رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരു മനുഷ്യനെ പരിഗണിക്കുക അയാളുടെ വിശ്വാസം പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്, അമലുകളല്ല. കാരണം ചില ഹദീസുകളിൽ പർവ്വത സമാനമായ അമലുകളുമായി വരുന്ന ചില ആൾക്കാരെ സംബന്ധിച്ചുള്ള പരാമർശം വരുന്നുണ്ട്. പക്ഷെ ആ അമലുകൾ അവർക്ക് ഉപകാരപ്പെടില്ല. കാരണം അമലുകൾ ഉപകാരപ്രദമാവാനുള്ള ഷർത്ത്, നിബന്ധന അയാളുടെ അഖീദ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയായി മാറലാണ്, അയാളുടെ വിശ്വാസം നേരെയാവലാണ്, അഥവാ അയാൾ മുവഹിദായിരിക്കലാണ്. അതുകൊണ്ടാണ് മുസ്ലിമാവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ അതിൻ്റെ താരീഫിൽ, അതിൻ്റെ നിർവചനത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഒരാളെ മുസ്ലിമായി പരിഗണിക്കൽ എങ്ങനെയാണ്? അയാളുടെ കോലം, അയാൾ ജനിച്ച് വളർന്ന അയാളുടെ വീട്, തറവാട്, കുടുംബം, പിന്നെ 7-ാം ദിവസം അയാൾക്ക് മാർക്കം ചെയ്തിട്ടുണ്ടോ, അഖീഖ അറുത്തിട്ടുണ്ടോ, അതൊക്കെയായിരിക്കും ഒരാൾ മുസ്ലിമാണ് എന്ന് നമ്മൾ സാധാരണ ഒരാളെ സംബന്ധിച്ച് പറയാനുള്ള നിബന്ധനകൾ. അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരം OBCയിൽ ഉൾപ്പെടുക, അയാൾ മുസ്ലിം ആവില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊരാൾ മുസ്ലിം ആവില്ല. ഒരാൾ മുസ്ലിം ആവുന്നത് 3 കാര്യങ്ങൾ പൂർത്തിയാക്കിയാലാണ്. ഒന്ന്, അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, മുവഹിദായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവ്വതും അർപ്പിക്കണം, ഇസ്തിസ്ലാം ചെയ്യണം, അടിയറവ് പറയണം. അത് വെറുതെ പറഞ്ഞാൽ പോരാ, മുവഹിദായിക്കൊണ്ട് വേണം. ഒരാൾ അള്ളാഹുവിനെ ഇസ്തിസ്ലാം ചെയ്തു, പക്ഷെ അവനോടൊപ്പം മറ്റെന്തിനെയെങ്കിലും പങ്കു ചേർത്താൽ അവൻ മുശ്രിക്കാണ്. ഒരാൾ അള്ളാഹു അല്ലാത്ത ഒരുത്തന് ഇസ്തിസ്ലാം ചെയ്താൽ അവൻ മുസ്തക്ബിറാണ്, അഹങ്കാരിയാണ്. ഒരാൾ അള്ളാഹുവിനെ ഇസ്തിസ്ലാം ചെയ്യുകയും അവന് മാത്രം ഇബാദത്ത് ചെയ്യുകയും ചെയ്താൽ അവൻ മുവഹിദായ മുസ്ലിമാണ്. 3 കാര്യം പറഞ്ഞു. ഒരാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇസ്തിസ്ലാം ചെയ്യുന്നു, എന്നെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാൻ, അതുകൊണ്ട് അവൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ജീവിക്കണം, അവനെ അനുസരിക്കണം, അവന് ഇബാദത്തും ചെയ്യണം. പക്ഷെ അവൻ്റെ വിശ്വാസത്തിൽ അള്ളാഹു അല്ലാത്തൊരുത്തനോട് ചോദിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഏതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ച പോലെ, ആറ്റക്കോയത്തങ്ങൾ ഗുരുവായൂരപ്പനെ നിയ്യത്താക്കാൻ പറഞ്ഞ പോലെ, അതല്ലെങ്കിൽ മങ്കൂസ് മൗലീദിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാപങ്ങൾ ചെയ്തതിൽ പരാതി പറയുന്ന പോലെ അവർക്ക് അള്ളാഹുവിനെ വിശ്വാസമുണ്ട്. അതുമല്ലെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ മക്കത്തുള്ള ഖുറൈശികളിൽപ്പെട്ട മുശ്രിക്കീങ്ങൾ ചെയ്ത പോലെ. എന്നങ്ങനെ പറയാൻ കാരണം, മക്കത്തുള്ള ഖുറൈശികളിൽപ്പെട്ട കുഫാറുകൾ അള്ളാഹുവിനെ വിശ്വസിക്കാത്തവരല്ല, അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരുമല്ല, അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞവരുമല്ല. അന്ന് ദുനിയാവിൽ അറിയപ്പെട്ട മറ്റൊരു മതത്തിൻ്റെ മെമ്പർമാരും അല്ല. മക്കത്തെ കുഫാറുകൾ ഏത് മതത്തിലെ മെമ്പർമാരാണ്? പറയും. ഹിന്ദുക്കളല്ല, ഹിന്ദുമതം ഇന്ത്യയിലുണ്ടായത്. നസാറാക്കളല്ല, യഹൂദികളല്ല, മജൂസികളുമല്ല, മുൽഹിദുകളുമല്ല, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ടീമും അല്ല. പിന്നെ ഏതാ അവരുടെ മതം? പിന്നെ ഏതിൽ നിന്ന് ഏതിലേക്കാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ദഅവത്ത് ചെയ്തത്? നമ്മുടെ നാട്ടുകാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു വെച്ചാൽ മക്കത്തെ ഖുറൈശികളിൽപ്പെട്ട കുഫാറുകൾക്ക് അന്നെന്തോ ഒരു പ്രത്യേക ഒരു മതം ഉണ്ടായിരുന്നു. ഇല്ല, അവർ മില്ലത്തെ ഇബ്രാഹീമിൻ്റെ
പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. മക്കത്തെ കുഫാറുകൾ പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ടാണ് അവരുടെ സംസാര ഭാഷ ശൈലിയിൽ വരെ വല്ലാഹി എന്നവർ പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? വല്ലാഹി, അള്ളാഹുവാണ് സത്യം. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ പേര് അബ്ദുല്ലാഹ് എന്നായത്. എന്താ അബ്ദുല്ലാന്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ അടിമ. ഏത് അള്ളാന്റെ? അവരല്ലാനെ വിട്ടിട്ട് വേറെ ഏതോ മതത്തിന്റെ ആളുകളാണെങ്കിൽ പിന്നെ അള്ളാന്റെ അടിമ എന്നുള്ള പേര് അവർ വെക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അവര് കഅബയെ ആദരിച്ചതും ബഹുമാനിച്ചതും. കഅബ ആരുടെ വീടായതുകൊണ്ട്? അള്ളാഹുവിൻ്റെ വീടായതുകൊണ്ട്. അതാര് വെച്ച വീടാണെന്ന് അവർ വിശ്വസിച്ചത് അവരുടെ പിതാമഹനായ ഇബ്രാഹിം അലൈഹിസ്സലാം വെച്ച വീടാണെന്ന്. പുതിയ മതത്തിന്റെ ആൾക്കാരല്ല. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്യാണം നടത്തുകയാണ്. ശരിക്കും മനസ്സിലാക്കണേ, നമ്മൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ മുശക്കലാണ്. എല്ലാം കൂടി മിക്സായി കലർന്ന് തൗഹീദ് ഏതാണ്, ദീൻ ഏതാണ്, അഖീദ എന്താണ് ഒന്നും അറിയാത്ത തരത്തിലാണ് മഹാഭൂരിപക്ഷം മനുഷ്യന്മാർ. ചിലപ്പം ഈ മിമ്പറിന്റെ മുകളിൽ നിൽക്കുന്ന, ഈ മിമ്പർ കൊടുത്ത് ഈ പള്ളിയുടെ മിമ്പർ അല്ല ഉദ്ദേശം കേട്ടോ, മിമ്പറാ ഉദ്ദേശം. മിമ്പറിന്റെ മുകളിൽ നിൽക്കുന്ന, മെഹ്റാബിന്റെ ഉള്ളിൽ ഇമാമായി നിൽക്കുന്ന ആളുകൾ വരെ മുശക്കല. തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തിരിയാനുള്ള വഴികൾ അവരുടെ മുമ്പിൽ അടക്കപ്പെട്ടു, വേറെന്തോ ഉദ്ദേശത്തിൽ, വേറെന്തോ ലക്ഷ്യത്തിൽ. അബൂ താലിബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നിക്കാഹിന്റെ ഖുതുബ നടത്തുന്നത്. ആരുമായിട്ടുള്ള കല്യാണത്തിന്റെ? ഖദീജയുമായിട്ടുള്ള റളിയല്ലാഹു അൻഹ. ഖുവൈലിദിന്റെ മകൾ ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹത്തിന്റെ ദിവസം ഖുതുബയിൽ അബൂ താലിബിന്റെ ഖുതുബ പ്രസംഗം, അതിൽ അദ്ദേഹം ആദ്യം പറഞ്ഞൊരു വാക്ക്, ഖദീജയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കല്യാണം കഴിക്കുമ്പോൾ എത്ര വയസ്സ് അല്ലാഹുവിന്റെ റസൂലിന്? 25 വയസ്സ്. അതായത് നുബുവത്ത് കിട്ടിയോ ഇല്ലയോ? ഇല്ല. അത് കഴിഞ്ഞ് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ നബിയാവാൻ പോകുന്നത്? 15 കൊല്ലം കഴിഞ്ഞിട്ട്. നുബുവത്ത് കിട്ടിയില്ല. 40ാമത്തെ വയസ്സിലാണ് നബിയാവുന്നതും ഖുർആൻ വരുന്നതും വഹി ഇറങ്ങുന്നതും ഒക്കെ. നബിയാകുന്നതിന്റെ 15 കൊല്ലം മുമ്പാണ് കല്യാണം നടക്കുന്നത്. ആ കല്യാണത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്കുള്ള ദഅവത്ത് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. മക്കത്ത് അങ്ങനത്തെ ഒരു വർത്തമാനമേ ഇല്ല. പക്ഷെ ഖുതുബന്റെ ആദ്യ വരി എന്താ അറിയോ? അൽഹംദുലില്ലാഹ്. എന്താ അർത്ഥം? സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബിയാകുന്നതിന്റെ 15 കൊല്ലം മുമ്പ് തന്നെ അബൂ താലിബ് എന്ന മുശ്രിക്കായി മരിച്ചു പോയ ആൾക്കും ആരെ അറിയാം? അള്ളാഹുവിനറിയാം. അപ്പോഴും അയാളുടെ വിശ്വാസത്തിൽ ഹംദ് ആർക്ക് മാത്രം തന്നെയാണ്? അള്ളാഹുവിന് മാത്രം തന്നെയാണ്. അതിന്റെ ബാക്കി എന്താ അറിയോ? അല്ലദീ ജഅലന മിൻ ദുർരിയ്യതി ഇബ്രാഹിം. എന്തിനാ അള്ളാഹു സ്തുതി പറഞ്ഞെന്നറിയോ? നമ്മളെ ഇബ്രാഹിമിന്റെ സന്താന പരമ്പരയിൽ പെടുത്തിയ അള്ളാഹുവിന് സർവസ്തുതിയും. അപ്പൊ ഒരു പക്ക മില്ലത്ത് ഇബ്രാഹിമിലെ പാരമ്പര്യ മുസ്ലിമീങ്ങളാണെന്ന് അർത്ഥം. ഇസ്തിസ്ലാം ചെയ്തവരാ, അള്ളാഹ് റബ്ബായി അംഗീകരിച്ചവരാ. അത് കൂടുതൽ കടുപ്പത്തിൽ അവർ പ്രകടിപ്പിച്ച ചില സന്ദർഭങ്ങൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ ഇസ്തിസ്ലാം അവര് വളരെ നിഷ്കളങ്കമായി പ്രകടിപ്പിച്ച ചില സമയങ്ങൾ. ഫഇദാ റകിബു ഫിൽ ഫുൽകി, അവര് കപ്പലിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ, കപ്പലിൽ കയറിയാൽ, കാരണം അവർ കച്ചവടക്കാരാണ്, പല സ്ഥലത്തേക്കും പോകും ഖുറൈശികൾ. അങ്ങനെ കൊടുങ്കാറ്റ് വരുന്നു, സമുദ്ര തിരമാലകൾ ആഞ്ഞടിക്കുന്നു, കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും വീഴുന്നു തോന്നിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹു പറയാൻ അവരെന്നെ മാത്രം നിഷ്കളങ്കമായി വിളിക്കും. ആരെ? നേരത്തെ അറിയാവുന്ന അള്ളാഹുവിനെ. അതുകൊണ്ട് ഖുറൈശികളെ പറ്റി പറയുമ്പോൾ അവർ ഏതോ മതത്തിന്റെ, നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെ പോലെ, നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളെ പോലെ അങ്ങനെ വിചാരിക്കരുത്. പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. അള്ളാഹുവിൽ ഇസ്തിസ്ലാം ചെയ്ത് അള്ളാഹുവിനെ അംഗീകരിച്ച് അവന്റെ റുബൂബിയത്തിൽ പക്ക ഈമാനുള്ള ടീമാണ്. എന്നിട്ടോ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ,
എന്നെ മാത്രം വിളിച്ച ആ ടീമിനെ ഞാനെങ്ങനെ കരയിലെത്തിച്ച് രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂൻ, പാലം കിടക്കുവോളം, നമ്മുടെ നാടൻ ഭാഷയിൽ പറയും പാലം കിടക്കുവോളം നാരായണ, കഴിഞ്ഞാലോ കോരായണ. അതാണ് അബദ്ധ മുശ്രിക്ക്. കരയിലെത്തിക്കഴിഞ്ഞാൽ ഇദാഹും യുശ്രികൂൻ, പിന്നെ ലാത്തനെ ഉൽസനൊക്കെ വിളിക്കാൻ തുടങ്ങലായി. ആരാ ഈ ലാത്തയും ഉൽസയും? സൂറത്ത് നൂഹിൽ അല്ലാഹു പറഞ്ഞ 5 ആൾക്കാരുണ്ട്. ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു അസ്മാഉ റിജാലിൻ സാലിഹീൻ. ഈ 5 എണ്ണം ആ കാലഘട്ടത്തിൽ, നൂഹ് കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചുപോയ സാലിഹീങ്ങളായ 5 ആളുകളുടെ പേരുകളാണത്. എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? കരയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഔലിയാക്കളുടെ ജാറത്തിലേക്ക് പോകാൻ തുടങ്ങും. അതായിരുന്നു മക്കക്കാരുടെ അവസ്ഥ. അപ്പൊ അവർ ഇസ്തിസ്ലാം ചെയ്തു. പക്ഷെ എങ്ങനെയല്ല, അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് അല്ല, മറിച്ച് വേറൊരുത്തരെ കൂടെ കൂട്ടി. ഓന്റെ പേരാണ് മുശ്രിക്ക്. മുസ്ലിം എന്ന് പറയാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അംഗീകരിക്കൽ കൊണ്ട് മാത്രം ഒരാൾ ആരല്ല? മുസ്ലിമല്ല. പിന്നെ എങ്ങനെ എന്തുകൊണ്ടല്ല? മക്കത്തെ മുശ്രിക്ക് അങ്ങനെ അത് ഉള്ളത് കൊണ്ട്, മുസ്ലിമായി അതുകൊണ്ട് അവർ മുശ്രിക്ക് എന്നാ പറയാ. രണ്ടാമത്തെ ഒരു ടീം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി എന്നത് തീരെയില്ല. അള്ളാഹുവിനെ അവരെ അർപ്പിക്കുന്നേ ഇല്ല. നിരീശ്വരവാദികളെ പോലെ, പ്രകൃതിവാദികളെ പോലെ. അവരുടെ വാദം ഇത് പൊടുന്നനെ പ്രകൃതി ഉണ്ടാക്കിയതാണ് എല്ലാത്തിനും. അള്ളാഹു നോക്കാൻ പറഞ്ഞ ആകാശമില്ലേ, അള്ളാഹു അടിമകളോട് നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ ആകാശം, ആ ആകാശവും ഈ ഭൂമിയും അതിലുള്ള അത്ഭുതകരമായ ജീവജാലങ്ങളും ഇതൊക്കെ പ്രകൃതിയാ ഉണ്ടായതാണ്. അള്ളാഹനെ മൊത്തത്തിൽ തള്ളി. ഓന്റെ പേര് മുസ്തക്ബിർ. മുശ്രിക്കല്ല, മുസ്തക്ബിർ, അഹങ്കാരി. അവിടെയല്ല അള്ളാഹു ചോദിച്ചത്, നീ എന്തുണ്ടോ നിനക്ക് അഹങ്കരിക്കാൻ? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. നിന്നെപ്പറ്റി ഒരു വസ്തുവാന്ന് പോലും പറയപ്പെടാൻ പറ്റാത്തത്ര കാലമാ നിനക്ക് കഴിഞ്ഞു പോയത്. പിന്നീട് ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്, ഒട്ടിപ്പിടിക്കുന്ന ഒരു ബീജത്തിൽ നിന്ന് നാം അവനെ സൃഷ്ടിച്ചതാണ് അല്ലാഹു. പക്ഷെ ഓന്റെ വർത്താനം കേട്ടാലോ, ഓനങ്ങനെ ഒരു സൃഷ്ടിയെ അല്ലാത്ത പോലെ, ഓനങ്ങനത്തെ ഒരു ഖാലിഖേ ഇല്ലാത്ത പോലെ. ഓൻ മുശ്രിക്കല്ല, മുസ്തക്ബിറാണ്. രണ്ടായി. മൂന്നാമത്തെ വിഭാഗം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. അവൻ അള്ളാഹുവിനെ സ്വയം അർപ്പിച്ചവരാണ്. എന്നിട്ടോ ആ അർപ്പണത്തിൽ അവർ ചെയ്യുന്നത് സൃഷ്ടിച്ച ആ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്. അവരുടെ പേരാണ് മുവഹിദ്, ഐ മുസ്ലിം. അവരെ മാത്രമേ മുസ്ലിമായി പരിഗണിക്കുള്ളൂ. അതിന് തെറ്റിയാൽ ഈ രീതി വരും. അതുകൊണ്ടാണ് ഈമാനിനെ, തൗഹീദിനെ, അഖീദയെ ജീവനേക്കാൾ വലിയ വില കൊടുത്ത് സംരക്ഷിക്കണം എന്ന് ദീനുൽ ഇസ്ലാമിന്റെ ഉലമാക്കൾ പറയാൻ കാരണം. കാരണം ദുനിയാവിന്റെ മറ്റെന്ത് നഷ്ടപ്പെട്ടാലും ദുനിയാവിന്റെ നഷ്ടം, വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആഖിറത്തിന്റെ നഷ്ടമാണ്. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അതുകൊണ്ട് ഉലമാക്കള് നമ്മുടെ മുമ്പിൽ ഇതേപോലുള്ള കിതാബുകൾ എഴുതി തന്നു പോയത്. റഹിമഹുമുല്ലാഹു തആല, അവർ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നവാഖിദുൽ ഇസ്ലാം, ഈമാനിനെയും അഖീദയെയും പ്രാണനേക്കാൾ വലുതായി സംരക്ഷിക്കുന്ന ഒരാൾ നിർബന്ധമായും അറിയേണ്ട കാര്യമാണ് നവാഖിദുൽ ഇസ്ലാം. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പോകുന്ന, അള്ളാഹുവിന് കൊടുത്ത കരാറായ ഷഹാദത്തിനെ ബാത്തിലാക്കുന്ന പ്രധാനപ്പെട്ട 10 കാര്യങ്ങളെ, 10 മാത്രമല്ല അധികമുണ്ട്, പ്രധാനപ്പെട്ട 10 കാര്യങ്ങളെ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി ജനങ്ങൾ കാന നാസു യസ്അലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഖൈർ. സാധാരണ ആൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൈർ എന്താണെന്നാ ചോദിക്കുക. ഞാനാണെങ്കിലോ ഷർറിനെ പറ്റിയാ ചോദിക്കാറുള്ളത്. എന്തിന്? മഖാഫതൻ മിൻ, അതിനെ പേടിച്ചിട്ട്, ആ ഷർറിൽപ്പെട്ടു പോവാതിരിക്കാൻ. അതുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ ഈമാൻ നഷ്ടമാവുക? എപ്പോഴാണ് അള്ളാഹ് കൊടുത്ത കരാറ് പൊളിയുക? എപ്പോഴാണ് എൻ്റെ ഷഹാദത്ത് ബാത്തിലാവുക?
എപ്പോഴാണ് എൻ്റെ 5 നേരത്തെ നിസ്കാരവും എൻ്റെ അദ്കാറുകളും തസ്ബീഹാത്തുകളും ദുആയും ദിക്റും സ്വലാത്തും എൻ്റെ നോമ്പും എൻ്റെ ഉംറയും എൻ്റെ ഹജ്ജും എൻ്റെ സൽസ്വഭാവവും എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും വെറും ഹബാഅൻ മൻസൂറ ആയി പോവുക, വെറും വിതറപ്പെട്ട ധൂളികൾ, അത് ഈ 10-1 വന്നാലാണ്. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി പഠിച്ചല്ലേ പറ്റൂ. എന്തുകൊണ്ടാണ് നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ നമ്മൾ മെനക്കെട്ടിരുന്ന് പഠിച്ചത്? നിസ്കാരത്തിൻ്റെ ഗൗരവം അറിയാം. നിസ്കാരം എന്ന അമലിന് അത്രയും സൂക്ഷ്മത കൊടുക്കുന്നതിനെ കൊണ്ടാണ്. ആ സൂക്ഷ്മത ഈമാനിന് കൊടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, ഇത് പഠിക്കാത്തത് കൊണ്ട്. അതിലൊന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അശ്ശിർകു ഫീ ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, ഒരു പങ്കുകാരനുമില്ലാത്ത ഏകനായ അല്ലാഹുവിനുള്ള ഇബാദത്തിൽ ശിർക്ക് ചെയ്യലാണ്. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ലാസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഓർമ്മയില്ല. പൊതുവെ അങ്ങനെയാണ്, നമ്മൾ വെള്ളത്തിലാണ് എഴുതൽ. മുപ്പരില്ല, ഒഴിവായല്ലോ. ബറക്കല്ലാഹു ഫീക്ക്. തസ്വിയതു ഗൈരില്ലാഹി ശിർക്കതാണ്. അഥവാ ഈ പറയാൻ പോകുന്ന സംഗതി വന്നാൽ ഓന്റെ അഖീദ ബാത്തിലാണ്. അയാൾ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കട്ടായ ആളാണ്. അയാളെ മുസ്ലിമായി പരിഗണിക്കൂല. അയാളെ ഹുക്ം എന്താണ് പറയാൻ പോവാൻ? തസ്വിയതു ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒന്നിനെ സമമാക്കൽ. ഗൈറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മാസിവല്ലാഹ്, അല്ലാഹു ഒഴികെയുള്ള ബാക്കി എന്തിനെയും ഏതിനെയും ആ കൂട്ടത്തിൽ പെടുത്തിക്കോ. തസ്വിയ എന്ന് പറഞ്ഞാൽ സമമാക്കൽ. ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തതിനെ. എന്തിനോട്? ബില്ലാഹി, അല്ലാഹുവിനോട്. അല്ലാഹു അല്ലാത്ത ഒന്നിനെ അല്ലാഹുവിനോട് സമമാക്കുക. ഫീമ, ഒരു കാര്യത്തിൽ. ഹുവ മിൻ ഖസാഇസില്ലാഹ്, അത് അല്ലാഹുവിന് മാത്രം ഖാസായ സംഗതിയാണ്. അങ്ങനെയുള്ള ഒന്നിൽ അല്ലാഹു അല്ലാത്തൊരു വസ്തുവിനെയോ വ്യക്തിയെയോ ശക്തിയെയോ തസ്വിയത്ത് ചെയ്താൽ ഫഹുവ ശിർക്കുൻ അക്ബർ, അത് വലിയ ശിർക്കാണ്. അത് ചെയ്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ചിലപ്പോൾ എന്തുണ്ടാവും? തൊപ്പി ഉണ്ടാവും, 2 വില്ല് നിസ്കാരത്തിനുണ്ടാവും, ഇത്ര വലിയ ദാടി ഉണ്ടാവും, കന്തൂറയായിരിക്കും വേഷം, 2 കൈമലും നിസ്കാരം പിന്നെ തസ്ബീഹ് ഉണ്ടാവും, 8 മോതിരം ഉണ്ടാവും. ഇതായിരിക്കും അയാളുടെ കോലം. പക്ഷേ അയാൾ മുശ്രിക്കാണ്, ഇസ്ലാം എന്ന് പുറത്താണ്. കാരണം അല്ലാഹു അല്ലാത്തതിന് അല്ലാഹുവിനോട് തസ്വിയത്ത് ചെയ്തു. സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയ അവിടെയാണ്. ഹിദായത്ത് നൽകേണ്ടത് ആരാ? അല്ലാഹുവാണ്. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജോലി എന്താണ്? ഹിദായത്തിലേക്ക് വഴി കാണിക്കലാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഹിദായത്ത് കൊടുക്കേണ്ട ജോലിയില്ല. പിന്നെ ദാഇയ, ഇതാണ് ശരി, ഇതാണ് സത്യം, ഇതാണ് ഹക്ക് എന്ന് പറഞ്ഞു കൊടുത്ത ആളുകൾ അങ്ങോട്ട് വിളിക്കൽ മാത്രമാണ്. ആളുകളെ അതിൻ്റെ മെമ്പർ ആക്കുന്ന ജോലി അള്ളാഹ്ക്ക് മാത്രമാണ്. കാരണം അള്ളാഹുവിൻ്റെ ഖാസായ ജോലിയാണ്. അത് അള്ളാഹിൻ്റെ ഖസായിസിൽപ്പെട്ട ജോലിയാണ്. ആ ഖാസായ അള്ളാഹിൻ്റെ ജോലിയിൽ അള്ളാഹു അല്ലാത്ത ഒരാൾ ഒരുത്തൻ തസ്വിയത്ത് ചെയ്താൽ ഓൻ്റെ പേരാണ് മുശ്രിക്. ഉദാഹരണത്തിന് ബസീറ ഫുആദി സിറാതൻ അൻത സാലികുഹു. ബാക്കിത്രവേ മറന്നുപോയാ? ബസീറ ഫുആദി സിറാതൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു. ഇത് കുതുബിയത്തിൻ്റെ വരിയാണ്. വല്ലാഹി സുമ്മ വല്ലാഹി, ഇതാ പാടിയവനോ കൂടെ ഇരുന്നവനോ വിശ്വസിച്ചുകൊണ്ടാണ് പാടിയതെങ്കിൽ, അംഗീകരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞതെങ്കിൽ ഫഹുവ കാഫിറുൻ മുശ്രിക് മുർത്തദ്ദുൻ അൻ ദീനിൽ ഇസ്ലാം. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ കാഫിറും മുശ്രിക്കും മുർത്തദ്ദുമാണ്. പക്ഷെ ഉമ്മത്ത് അത് പഠിക്കലില്ല. എന്താണോ പഠിക്കേണ്ടത് അത് പഠിക്കാത്തതാണല്ലോ ഉമ്മത്തിൻ്റെ എപ്പോഴും ഉള്ള പ്രശ്നം. ബസ്സിർ, അങ്ങ് കാണിച്ചു തരണമേ.
ഫുആദി എൻ്റെ ഖൽബിന്, സിറാത്തൻ ഒരു വഴി, അൻത സാലിക്കുഹു അങ്ങ് പ്രവേശിച്ച വഴി. ഷെയ്ഖ് മുഹ്യിദ്ദീനോട് പറയുന്നു റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം മഹാനായ പണ്ഡിതനാണ്. അബ്ദുൽ ഖാദിർ അൽ ജീലാനി മഹാനായ പണ്ഡിതനാണ്. എനിക്ക് നിങ്ങൾ പ്രവേശിച്ച സിറാത്ത് വഴി കാണിച്ചു തരണം. വല്ലാഹു അഅതാകഹു ആ വഴി ഇപ്പൊ അല്ലാഹ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. വ അൻത മാലികുഹു നിങ്ങളാണ് ഇപ്പൊ ആ ഹിദായത്തിന്റെ ഉടമസ്ഥൻ. ഒരു MT ദാരിമി എന്ന് പറയുന്ന ഒരു മൗലവിയുണ്ട്, മുസ്ലിം, EK സമസ്തന്റെ. മംഗലാപുരത്ത് വെച്ചുള്ള ഒരു സംവാദത്തിന് മൂപ്പരോട് ചോദിച്ചു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ദുആ ഷെയ്ഖ് മുഹീദ്ദീൻ അവറുകളോട് ചോദിച്ചാൽ ശിർക്കാണോ അല്ലയോ? അയാൾ പറഞ്ഞു ശിർക്കാവൂല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു പഠിപ്പിച്ച ദുആ നമുക്ക് ആരോടും ചോദിക്കാം, ഷെയ്ഖ് ജീലാനിയോടും ചോദിക്കാം. നിസ്കരിക്കുന്ന ആളാണ് MT ദാരിമി. ഏതോ മദ്രസയിൽ നിന്ന് കിതാബും ഹദീസും ഖുറാനും തഫ്സീറും ഒക്കെ ഓതി പഠിച്ച് സനദ് വാങ്ങിയ ആളാണ്. പക്ഷെ അതൊന്നും അള്ളാഹ്ക്കൊരു വിഷയമല്ല, നമുക്കും വിഷയമല്ല. നമ്മുടെ വിഷയം അഖീദയാണ്, വിശ്വാസമാണ്. അത് തെറ്റിയവൻ ദീനിൽ ആരുമല്ല. അഖീദയിൽ ചെറിയൊരു ഡാമേജ് സംഭവിച്ചവൻ ദീനിൽ ആരുമല്ല. ഒരു IAS കാരനുണ്ട്, ഇപ്പുറത്തെ ഒരു മത്തിക്കച്ചവടക്കാരനുണ്ട്. IAS കാരൻ തുണിയില്ലാത്ത ആൾ മുമ്പ് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവനാണ്. പക്ഷെ മത്തിക്കച്ചവടക്കാരൻ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നവനാണ്. നമ്മൾ ആരെ ആദരിക്കുക? സത്യം പറ, ആണോ? അല്ല, അങ്ങനെയല്ല. എന്നാ ദുനിയാവ് ഇതെന്തിപ്പ സാധാരണക്കാരൻ. മറ്റോനോ ഓൻ വരുമ്പൊക്കെ നെണിച്ച് നിൽക്കലായി, ഓനെ 2 കൈ കൊടുത്ത് സ്വീകരിക്കലായി, ഇരുത്തലായി, ബഹുമാനിക്കലായി. എന്നാ ഇവൻ പക്ഷേ ആദരിക്കപ്പെടേണ്ടവൻ ഈ മത്തിക്കച്ചവടക്കാരനാണ്. അതാ ചെയ്യേണ്ടത്. കാരണം എന്താ അറിയോ? അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. അള്ളാഹു ആദരിച്ചതിനെ നമ്മൾ ആദരിക്കണം, സ്നേഹിക്കണം. അള്ളാഹു വെറുതെ നമ്മൾ വെറുക്കണം, നമ്മൾ നിന്ദിക്കണം. ഇതാണ് ഈമാൻ, അതാണ് ദീൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ? എന്തുകൊണ്ടാരോ അങ്ങനെ ചെയ്യാത്തത് ആളുകൾ ഇവൻ നോട്ടഡാവും. ഈ ചെയ്തവന് നാട്ടിലാ ഇവനെന്താ ഇങ്ങനെ കുറച്ചൊരു ഒരു തീവ്രവാദിയായിട്ടായിരിക്കും പിന്നെ ആൾക്കാർ അവനെ കാണുക. ആരെങ്ങനെ എന്തിനെ കണ്ടാലും തൗഹീദുള്ളവൻ, മുവഹിദ്, ആദരിക്കപ്പെടേണ്ടവനാണ്. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുവഹിദുകളാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉയർന്നവൻ, ബാക്കിയെല്ലാം താഴെ. ആയായി പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് ഷെയ്ഖ് ജീലാനിയോട് ചോദിച്ചാൽ ശിർക്കാവൂല. പക്ഷെ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അബൂ താലിബിന്റെ സംഭവം പറഞ്ഞു വരുമ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ മുസ്ലിമാക്കിയേനെ? മൂത്താപ്പ അബൂ താലിബിനെ മുസ്ലിമാക്കിയേനെ. പക്ഷെ ഇല്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഈ ബസ്റുൽ ഫുആദി എന്ന് പാടിയവൻ ശിർക്ക് ചെയ്തു എന്ന് നമ്മൾ പറയാനുള്ള കാരണം അല്ലാഹു വല്ലാത്ത ഒരാളെ ഹിദായത്ത് നൽകുക എന്ന അല്ലാഹ്ക്ക് ഖാസായ ഒരു കാര്യത്തിന് പങ്കു ചേർത്തു. അതിന്റെ പേരാണ് ശിർക്കുൽ അക്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈആ. മുസ്ലിം ഉദ്ധരിക്കുന്ന സഹിഹായ ഹദീസാണ്. ആരെങ്കിലും ശിർക്ക് ചെയ്യാതെ അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ്. വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ. ശിർക്ക് ചെയ്തുകൊണ്ടാണ് ഒരുത്തൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചവനാണ്. അതുകൊണ്ട് ഏറ്റവും അധികം ഈമാനിനെ സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം ചെയ്യേണ്ടത് ഈ പറഞ്ഞ ശിർക്ക് വരാതെ സൂക്ഷിക്കലാണ്. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദഅവത്തിന്റെ മർമ്മം നിസ്കാരമല്ല, നിസ്കരിക്കാൻ വേണ്ടി വിളിക്കലല്ല, ഇൽമു പഠിക്കാൻ വേണ്ടി വിളിക്കലല്ല, അതല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും നന്മയിലേക്ക് വിളിക്കലല്ല. ദഅവത്തിന്റെ മർമ്മം ഫൽയകുൻ അവ്വലു മാ തദ്ഊഹും ഇലൈഹി അല്ലാ യഅബുദൂഹു അയ്യഅബുദൂഹു
വലാ യുശ്രികൂ ബിഹി ശൈഅ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട സഹാബിയെ നിയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത വസീയത്തുകളിൽ പ്രധാനപ്പെട്ട വസീയ, നീ അവിടെ ചെല്ലുമ്പം അഹ്ലി കിതാബിൽപ്പെട്ട ആളുകൾ നിനക്ക് കാണാൻ കഴിയും. അത് അഹ്ലി കിതാബ് ജൂതന്മാരും നസാറാക്കളും, അവരെ ആയിരിക്കും നീ കാണുക. നീ അവിടെ ചെന്ന് സംസാരിക്കുമ്പം, അവരെ ദീനിലേക്ക് വിളിക്കുമ്പം, വല്യകുൻ അവ്വലു മാ തദ്ഊഹും ഇലൈഹി, നീ വിളിക്കുന്ന കാര്യത്തിൽ ആദ്യത്തെ കാര്യം എന്തായിരിക്കണം? അയ്യഅ്ബുദൂഹു, നിങ്ങൾ അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. പിന്നെ അവിടെ നിർത്തിക്കൂടാ. പിന്നെ വലാ യുശ്രികൂ ബിഹി ശൈഅ, അവനോടൊന്നിനെയും പങ്കു ചേർത്തൂടാ. അതും കൂടി പറയുമ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പൂർത്തിയാവുള്ളൂ. അതുകൊണ്ടല്ലേ ഉലമാക്കൾ നമ്മളോട് കലിമത്തിൻ്റെ അർത്ഥം ചോദിക്കുന്നത്. മാ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയും എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം? അല്ല, തെറ്റി. പറഞ്ഞോ, മടിയൊന്നും വേണ്ട, ക്ലാസ്സല്ലേ, നല്ല പഠിക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഞാൻ ഈ പ്രാവശ്യം ഉംറക്ക് പോയപ്പോൾ എനിക്ക് മുമ്പ് ഒരു അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ക്ലോക്ക് ടവറിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു മൂലയിൽ ഒരു കൗണ്ടറുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാൻ്റെ ശിഷ്യനാണ് അവിടെ നിൽക്കുന്നു. സംസാരിച്ചപ്പോൾ എൻ്റെ ഇടയിൽ പറഞ്ഞതാണ്, ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാൻ്റെ അടുത്ത് ഹദീസ് പഠിച്ച ഒരു പണ്ഡിതനാണ് ആ കൗണ്ടറിലൊരു മൂലക്ക് നിൽക്കുന്നത്. ടേബിളിൽ കുറേ കിതാബുകൾ, കുറേ കുത്തൈബാത്തുകളുണ്ട്, ഈ ലീഫ്ലെറ്റുകളുണ്ട് കുറേ. അത് ഫ്രീ ആയിട്ട് കൊടുക്കലാണ് പരിപാടി. എല്ലാ രാജ്യത്തിൻ്റെ ഭാഷയിലും അച്ചടിക്കപ്പെട്ട തൗഹീദിൻ്റെ അഖീദയുടെ പുസ്തകങ്ങൾ, ഖുർആൻ്റെ പരിഭാഷ, അതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വിളിക്കും, പരിചയപ്പെടും, അയാളുടെ ഭാഷ ചോദിക്കും, ആ കിതാബ് കൊടുക്കും. അതാ മൂപ്പരെ ജോലി. ഫീ സബീലില്ലാ ദഅവ. അങ്ങനെയാണ് ഞാനും ചങ്ങന്മാരും ഇങ്ങനെ ചെല്ലുമ്പോൾ മൂപ്പരെ കണ്ടു. നമ്മൾ അങ്ങോട്ട് പോയിട്ട് സലാം പറഞ്ഞു സംസാരിച്ചു. നാട്ടിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്, പള്ളിയിലെ ഖത്തീബാണ്, അമീറായിട്ട് ആൾക്കാർ കൂടെ വന്നതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ, നിങ്ങൾ പള്ളിയിലെ ഖത്തീബല്ലേ? ഞാൻ പറഞ്ഞു നാ. ആദ്യത്തെ ചോദ്യം, മാ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഇവിടുന്ന് ചോദിച്ചാൽ എന്താ പറയുക, 100 കൊല്ലമായി നമ്മളുടെ മെമ്പർഷിപ്പും വാങ്ങിയിട്ട് പണിയെടുക്കുന്നു. ഇപ്പം അതിൻ്റെ അർത്ഥം ചോദിക്കുന്നു, ഇതൊക്കെ നമ്മൾ പറയുക. ഒരു 100 നൂറ്റാണ്ട് കാലമായിട്ട് നമ്മൾ തൗഹീദും പ്രസംഗിച്ച് നടക്കുക. നേഴ്സറി പിള്ളേരോട് ചോദിക്കും പോലെ കലിമത്തിൻ്റെ അർത്ഥം ചോദിക്കുന്നു എന്നോട്. മാ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ നാട്ടിൽ പല അർത്ഥങ്ങളും പറയും. ഒന്ന്, തബ്ലീഗിൽ എന്താ, ജമാഅത്ത് പോയി പഠിപ്പിക്കുന്ന അർത്ഥം എന്താ? ഈ കണ്ടു കാണപ്പെടുന്ന വസ്തുക്കൾക്കൊന്നും യാതൊരു കഴിവുമില്ല അള്ളാഹു കൊടുത്തിട്ടല്ലാതെ. പൂർണ്ണ തെറ്റായ അർത്ഥമാണ് അത്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥേ അല്ല, മഅനയേ അല്ല. അത് റുബൂബിയ്യത്തിൻ്റെ മഅനയാണ്. ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ അർത്ഥം പറയാം. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് കാര്യം നടക്കൂ എന്നുള്ള തെറ്റായ വിശ്വാസം മനസ്സിൽ നിന്ന് മാറ്റി അള്ളാഹിനെ കൊണ്ട് മാത്രമേ കാര്യം നടക്കൂ എന്ന ശരിയായ വിശ്വാസം കൊണ്ടുവരിക. നോ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥമല്ല അത്. ലാ റബ്ബ ഇല്ലല്ലാഹിന്റെ അർത്ഥമാണ്. അത് തെറ്റാണ്, അത് തിരുത്തണം. പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ടേ മദ്രസയിൽ നിന്ന് വിളിച്ച അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മഅനാഹു ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അണ്ടർലൈൻ ബിഹഖ്ഖിൻ അല്ലെങ്കിൽ ഹഖ്ഖൻ. അത് മസ്റ്റായിട്ട് പറയണം. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. യഥാർത്ഥത്തിൽ. എന്തുകൊണ്ടാണ്? ഹക്കല്ലാതെ ആരാധിക്കപ്പെടുന്ന 1,000 ഇലാഹുകൾ ഇന്ന് ദുനിയാവിലുണ്ട്. യഥാർത്ഥത്തിൽ ബിഹഖിൻ ആർക്കാണോ ഇബാദത്തിന്റെ അർഹത, സത്യമായ ആ അർഹത ആർക്കാണോ ഉള്ളത്, ആ അല്ലാഹു അല്ലാതെ വേറൊരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. അതാണ് കലിമത്തിന്റെ മാന. റുബൂബിയ്യത്ത് തൗഹീദ് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? വസ്തുക്കൾക്കൊന്നും ഒരു കഴിവില്ല. അല്ല കൊടുത്ത കഴിവേ ഉള്ളൂ, ആയിക്കോട്ടെ. അതുകൊണ്ട്
അത് ഖുറൈശികളുടെ വിശ്വാസമാണ്. ഖുറൈശികൾക്കും ആ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ടല്ലേ അല്ലാഹു യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. പിന്നെ അതുകൊണ്ട് ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ. അതാ പറയണ്ടത്. അത് പറയാത്തെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആൾക്കാരെതിരാവും, നമ്മളെ ഈ സലഫികളാക്കും, നമ്മുടെ ഈ മുജാഹിദ് വിളിക്കും. പിന്നെ നമുക്ക് ആ പള്ളിയിൽ പ്രവർത്തിക്കാൻ പറ്റൂല. അതൊന്നും ദീനിനോടുള്ള ആത്മാർത്ഥതയിലും കൂറിലും പെട്ടതല്ല. തൗലീദ് അങ്ങനെ ആയിക്കൂടാ. ദീനോടുള്ള കൂറെന്ന് പറഞ്ഞാൽ പറയേണ്ടത് എവിടെയും പറയല. അതിന് വഴി കിട്ടുമോ, സൗകര്യം കിട്ടുമോ? സൗകര്യം തരേണ്ടവൻ അല്ലാഹുവാണ്, വഴി ഒരുക്കി തരേണ്ടവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ, ഇങ്ങനെയൊക്കെയാണ് അല്ലാഹു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവന് പങ്കുകാരെ ഉണ്ടാക്കരുത് പറയണം. അതാണ് മഅന ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇതിൽ രണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ തുടക്കത്തിൽ, രണ്ട് റുക്നുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള അർത്ഥമാണത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്ന് പറയുമ്പം ഈ പറഞ്ഞവന്റെ മനസ്സിൽ നിന്ന് എന്ത് പോയി? യഥാർത്ഥമല്ലാത്തതെല്ലാം പോയി. അങ്ങനെ പോവൽ കലിമത്തിന്റെ ഒന്നാമത്തെ റുക്നാണ്, ഫർദാണ്, നിർബന്ധമായും ചെയ്യേണ്ട സംഗതിയാണ്. ബിഹഖിൻ എന്ന് പറയൽ കൊണ്ടുള്ള ഉദ്ദേശം ഇലാഹായി ഹക്കായ അല്ലാഹു അല്ലാത്ത ഏതൊക്കെ വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ ഉണ്ടോ അതിനെ മുഴുവൻ ഞാൻ ഇതാ തള്ളുന്നു, പിന്നൊന്നും കൽബിലില്ല, കാലിയായി. എന്നിട്ട് അല്ലാഹുവിനെ സ്ഥിരപ്പെടുത്തൽ ഇല്ലല്ലാഹ്, നഫിയും ഇസ്ബാത്തും. ഈ രണ്ട് റുക്കിനും ചേർന്ന മഅനയാണ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹി മാ ഹുവ മിൻ ഖസായിസ് ഫീമാ ഹുവ മിൻ ഖസായിസില്ലാഹ്. അല്ലാഹുക്ക് മാത്രം ഖാസായ കാര്യത്തിൽ അല്ലാഹു എല്ലാത്തിനും അല്ലാഹുവിനോട് സമമാക്കുന്നതിന്റെ പേരാണ് ശിർക്ക്. തെളിവ് ഖാല അല്ലാഹു തആല, അല്ലാഹു പറയുന്നു സൂറത്തു ശുഅറാഇന്റെ 97, 98 ആയത്തുകൾ പരിശോധിച്ചാൽ മതി. തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. തല്ലാഹി, അല്ലാഹുവാണ് സത്യം. ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, നമ്മൾ വ്യക്തമായ വഴികേടിലായിരിക്കുന്നു. എന്ത് കാരണത്താൽ? ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, നിങ്ങളെ നമ്മൾ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് സമമാക്കിയ കാരണത്താൽ. ശിർക്ക് ചെയ്ത് നരകത്തിന്റെ അവകാശികളായി നാളെ മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ ആൾക്കാർ വരുമ്പം അവരാരെയാണോ പങ്കു ചേർത്തത് അവരെ കാണും, അവരുടെ മഅബൂദുകളെ അവരെ നാളെ മഹ്ശറിൽ കാണും. ആ സമയത്ത് അവരോട് പറയാം തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, നമ്മളിതാ വഴികേടിൽപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളെ വിളിച്ചാൽ മതി, രക്ഷക്കുണ്ടാവും, അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ശഫാഅത്തിനുണ്ടാവും. പക്ഷെ ഇപ്പൊ ആരുമില്ല. ഇദ് നുസവ്വീകും, നമ്മൾ നിങ്ങൾ എന്ത് ചെയ്തു? സമമാക്കി. ബിറബ്ബിൽ ആലമീൻ. ഇവിടെ വേറെ കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ. അവർ പറയുന്ന വാക്ക് ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനോട് നിങ്ങളെ നമ്മൾ സമമാക്കി. അപ്പൊ റബ്ബുൽ ആലമീൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? റുബൂബിയത്തിനെ അവരെ അംഗീകരിച്ചത് കൊണ്ടാണ് അവരെന്ത് പറയുന്നത്? റബ്ബുൽ ആലമീനോട് ഇബാദത്തിൽ നമ്മൾ നിങ്ങളെ സമമാക്കി, അല്ലാണ്ട് റുബൂബിയത്തിൽ സമമാക്കിയതല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? അല്ലാഹു അല്ലാത്ത ഒരു ഖാലിഖുണ്ട് എന്ന് വിശ്വസിച്ചതല്ല, അല്ലാഹു അല്ലാത്തൊരു റാസിഖുണ്ട് എന്ന് വിശ്വസിച്ചതല്ല, അല്ലാഹു അല്ലാത്തൊരു മുദബ്ബിർ ഉണ്ട് എന്ന് വിശ്വസിച്ചതല്ല. പിന്നെയോ ഇബാദത്തിൽ അതൊക്കെ അല്ലാഹു മാത്രമാണ്, അതുകൊണ്ട് അവന് മാത്രം കൊടുക്കേണ്ടുന്ന ഇബാദത്തിൽ നമ്മൾ നിങ്ങളെ സമമാക്കി. അതുകൊണ്ട് ബിറബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ്, റബ്ബുൽ ആലമീൻ അല്ലാഹു മാത്രമാണ്, പക്ഷെ അവന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തിൽ നമ്മൾ നിങ്ങളെയും സമമാക്കി. അതോടുകൂടി നമ്മൾ വഴികേടിലായി. ഇമാം അൽ ഖുർത്തുബി റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ ഐ ഫിൽ ഇബാദ, റുബൂബിയ്യത്തിലല്ല ഉലൂഹിയ്യത്തിൽ
നമ്മൾ എന്ത് ചെയ്തു? നിങ്ങളെ അള്ളാഹുവിനെ സമമാക്കി. അതുകൊണ്ട് നമ്മൾ വഴികേടിലായിപ്പോയി. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവൻ ഇസ്ലാമിൻ്റെ നാഖിദുകളിൽപ്പെട്ട, ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന ഒന്നാമത്തെ കാര്യം ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. അസാനി, ഷിർക്ക് രണ്ട് വിഭാഗമാണെന്ന് പറഞ്ഞു. ഒന്ന് ഷിർക്കുൻ അക്ബർ, അതാണ് ഇപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തത് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക്. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് നിർവചനങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട്. അഹ്സനുഹ, അതിലേറ്റവും നല്ല നിർവചനം മാ കാന വസീലതൻ വദരിഅതൻ ലിശ്ശിർക്കിൽ അക്ബർ, വലിയ ഷിർക്കിലേക്ക് പോവാൻ കാരണമായി തീരുന്ന വഴിക്കാണ് ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുക. മിനൽ അഫ്ആൽ, ചില പ്രവർത്തികളാലും, വൽ അഖ്വാലി, ചില വാക്കുകളാലും, വൽ ഇഅ്തിഖാദാതി, ചില വിശ്വാസങ്ങളാലും. അപ്പം ഷിർക്കുൻ അക്ബറിലേക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുന്ന വലിയ ഷിർക്കിലേക്ക് ഒരുത്തനെ എത്തിക്കാൻ ചാൻസ് ഉള്ള വാക്കുകളോ പ്രവൃത്തിയോ വിശ്വാസപരമായ കാര്യങ്ങൾക്കോ ആണ് ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. വജാഅ തസ്മിയതുഹു ഫിന്നസ്സി ഷിർക്കൻ, ഖുർആനിലും ഹദീസിലും അതിനെയും ഷിർക്ക് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ നിന്ന് ഷിർക്കുൻ അക്ബറിന്റെ മാത്രമല്ല, ചെറിയ ഷിർക്കാണെങ്കിലും ഖുർആനിലും ഹദീസിലും ഷിർക്ക് തന്നെ അതിന് പേരുള്ളത്. പക്ഷേ വലം യസു ഇലാ ഹദ്ദി ഷിർക്കിൽ അക്ബർ, ഷിർക്കുൽ അക്ബറിന്റെ പരിധിയിൽ അത് വരികയും ഇല്ല. ഉദാഹരണം പറഞ്ഞാൽ വദ്ദലീലു മാ സബത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം, എൻ്റെ ഉമ്മത്തിന് ഞാൻ പേടിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പേടിക്കുന്ന കാര്യം അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കാണ്. ഖാലു, അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, വമശ്ശിർക്കുൽ അസ്ഗർ, എന്താണ് ചെറിയ ഷിർക്ക് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഖാല അദ്ദിയാഉ, എന്താ റിയ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. ലോകമാന്യത, മറ്റുള്ളവരെ കാണിക്കാനോ അവരെ കൊണ്ട് നല്ലത് അവർ നല്ലത് പറയുന്നത് കേൾക്കാനോ വേണ്ടിയിട്ടുള്ള അമലുകൾ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരു മനുഷ്യൻ അവൻ്റെ നഫ്സിന് തർബിയത്ത് കൊടുക്കുമ്പോൾ അതിലേറ്റവും അധികം പ്രയാസമുണ്ടാക്കുന്നൊരു സംഗതി റിയായിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തർബിയത്താണ്. കാരണം ശൈത്താൻ അതിൽ വല്ലാണ്ട് കളിക്കും. ആരെങ്കിലും കാണാൻ, ആരെങ്കിലും കേൾക്കാൻ, ആരെങ്കിലും നല്ലത് പറയാൻ, അതിനു വേണ്ടിയായിരിക്കും പലപ്പോഴും ആളുകൾ ചെയ്യുക. അത് ശിർക്കുൻ അസ്ഗറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ കാര്യത്തിൽ ഏറ്റവും അധികം ഭയപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ ശിർക്കുൻ അസ്ഗർ കൊണ്ട് എന്താവൂല, ഇസ്ലാം ഒന്ന് പുറത്തു പോകില്ല. ഒരു റിയാ ഉള്ള മനുഷ്യൻ, നേരത്തെ പറഞ്ഞ ഷിർക്ക് ചെയ്ത ആൾ ഇസ്ലാം ബാത്തിലായി പോകുന്ന പോലെ ചെറിയ ഷിർക്കിൻ്റെ ആളുകളുടെ ഇസ്ലാം ബാത്തിലായി പോകില്ല. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടെത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം ഭയപ്പെട്ടത്. ഇനി മസ്അല, പ്രധാനപ്പെട്ടൊരു മസ്അല, ഒരാൾക്ക് ശിർക്കുൽ അക്ബർ സംഭവിച്ചാൽ ഇപ്പറഞ്ഞ പോലെ അള്ളാഹു അല്ലാത്തൊരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ഒരു ശക്തിയെയോ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാര്യങ്ങൾ, അള്ളാഹ്ക്ക് മാത്രമുള്ള ചില കാര്യങ്ങളിൽ സമമാക്കിക്കൊണ്ട് ശിർക്കുൽ അക്ബർ ഒരുത്തന് സംഭവിച്ചാൽ അയാൾക്ക് രണ്ട് ഹുക്കുമുകളുണ്ട്, ദുനിയാവിലും ആഖിറത്തിലും. ദുന്യവിയായി അയാളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ഗവൺമെൻറ് അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? തസ്ബുതു ലഹു അഹ്കാമുൽ കുഫാരി ഫിദ് ദുനിയ, അസ്ലിയായ ഒരു കാഫിറിനോട് ഒരു മുസ്ലിം എന്ത് നിലപാടാണോ സ്വീകരിക്കുക അതായിരിക്കും അയാളോടും സ്വീകരിക്കപ്പെടുക. എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. അസ്ലിയായ കാഫിർ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണുമ്പോൾ തിരിയും, കോലത്തിൽ, വേഷത്തിൽ, പേരിൽ എല്ലാം തിരിയും. കുടുംബം തറവാടൊക്കെ നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ ഇപ്പറഞ്ഞ ശിർക്കുൻ അക്ബർ ചെയ്ത ഒരാൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ പ്രയാസാണ്. നമ്മുടെ കുളത്തിൽ തന്നെ ഉണ്ടാവുക. ചിലപ്പോൾ പള്ളിയിൽ ഒന്നാമത്തെ സൊഫിലൊക്കെ ഉണ്ടാവും.
അയാളുടെ വിശ്വാസം ഇതിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ആ കാഫിറിനെ കാണും പോലെയേ ഇയാളെയും കാണുള്ളൂ എന്ന് പറഞ്ഞാൽ മിനിംതിനാഇൽ മുനാക്കഹ, ഒന്നാമതായി അവരുമായിട്ട് വിവാഹബന്ധം പാടില്ല. ശിർക്കുൻ അക്ബർ ചെയ്യുന്ന ഒരു പെണ്ണിനെ മുവഹിദായ ഒരു ചെക്കൻ കല്യാണം കഴിക്കാൻ അനുവദനീയം അല്ല. ശിർക്കുൻ അക്ബർ ചെയ്യുന്ന ഒരു ചെറുക്കനെ നമ്മൾ തൗഹീദുള്ള മോൾക്ക് പുതിയാപ്പിളയായിട്ട് എടുക്കലും അനുവദനീയം അല്ല. നമ്മളതിനെ അനുവദിച്ചു. കാരണം നിക്കാഹിൻ്റെ നമ്മളെ ഇടയിലുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവെ കൈ ഇങ്ങനെ ആക്കൽ എന്തിനാ? അതെല്ലാവരും അറബികൾ ഇങ്ങനെ തന്നെ പറയും. ശേഖന്മാർ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ പറയും. നമ്മളെ മാനദണ്ഡം ഇതാണ്. അപ്പോൾ തൗഹീദ് അത് നമ്മളെ പുരക്ക് എത്തിയിട്ട് പഠിപ്പിച്ചു കൊടുക്കാപ്പാ. നമ്മളെ പുരക്കേക്കല്ലേ വരുന്നത്. നമ്മളെ പുരക്കേക്ക് എത്തിയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ആ വരുന്ന വരവ് ഹലാലാവണ്ടേ, വരുന്ന വരവ് ജായിസാവണ്ടേ. എന്താ ഇത് പറയാൻ കാരണം? അള്ളാഹു പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ വലാ തൻകിഹുൽ മുശ്രികാതി ഹത്താ യുഅ്മിന്ന വലഅമതും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രികത്തിൻ വലൗ അഅജബത്കും. നിങ്ങൾ ഒരിക്കലും ശിർക്ക് ചെയ്യുന്ന പെണ്ണിനെ കെട്ടരുത്. അതങ്ങനെ നമുക്ക് മനസ്സിലാവും ശിർക്ക് ചെയ്യുന്ന പെണ്ണാണോ അല്ലേന്നുള്ളത്? പറയും പറയണം. കാരണം ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വരുന്ന സംഗതിയല്ലേ. കല്യാണമൊക്കെ വന്ന് പെണ്ണൊക്കെ അന്വേഷിക്കുമ്പോൾ എങ്ങനെ മനസ്സിലാവും? നഹ്നു നഹ്കുമു ബില്ലവാഹിർ, ബാഹ്യമായിട്ടുള്ള അവരുടെ പ്രവൃത്തികൾ വെച്ച് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചോദിക്കണം അവരോട്. ഇസ്തിദ്ബാൻ, അവരോട് ചോദിക്കണം. പെണ്ണ് കാണാൻ പോയാൽ പെണ്ണിനോട് ചോദിക്കണം, നിൻ്റെ ആദർശം എന്താണ്, എത്ര പഠിച്ചിനി എന്നല്ല ഫസ്റ്റ് ചോദിക്കല്. എന്ത് വിദ്യാഭ്യാസമുണ്ട്, ജോലിക്ക് പോകണോ അല്ലെങ്കിൽ പോകണ്ടേ, എന്തിനോടാണ് താല്പര്യം, ഇതൊക്കെ ഇപ്പം അന്വേഷിക്കല്. ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത് അറിയോ? എന്താണ് അഖീദ. നിങ്ങൾ ആ ചെക്കൻ്റെ കാരണൂറ് അല്ലെങ്കിൽ പെണ്ണ കാരണൂറ് പുതിയ അപ്പളിനെ ചോദിക്കുമ്പോഴും പുതിയ എണ്ണ നോക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് ചോദിക്കേണ്ടത് അഖീദ എന്താണ്, നിങ്ങൾ ആദർശം ഏതാണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ മനഹജിലാണോ, തൗഹീദുള്ള ടീമാണോ, അത് ഔലിയാക്കളെ വിളിക്കലുണ്ടോ, ജാറത്ത് പോക്കുണ്ടോ, ദർഗയിൽ പോക്കുണ്ടോ, നൂലെല്ലാം കെട്ടുന്നുണ്ടോ, അതൊക്കെ ലാറ്റക്കോയാൻ്റെ നൂറെ ഹബീബിനൊക്കെ പോയിട്ട് പൈസ കൊടുക്കലുണ്ടോ, ഇതെല്ലാം ചോദിക്കണം. ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ തൽക്കാലം നമ്മൾ വിവാഹം അനുവദിക്കപ്പെടൂല. നിങ്ങൾക്ക് ഇതേപോലെ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കായ പുതിയാപ്പിള ഉണ്ടാവും, ഓനെ കെട്ടിക്കോ എന്ന് പറഞ്ഞേക്കണം. ഇത് ദീനാണ്, ഇത് ദീനാണ്. ദീനിൽ എന്തില്ല? അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, കോംപ്രമൈസ് ഇല്ല. അമലിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനകത്ത് നിസ്കാരം ചിലപ്പോൾ 4-2 നിസ്കരിക്കാനുള്ള പിന്നെ റുഖ്സയുണ്ട് യാത്രക്കാരൊക്കെ ആയാലും. ചിലപ്പോൾ ളുഹൂറിനെ അസറിലേക്ക് ആക്കാം, അസറിനെ ളുഹൂറിലേക്ക് ആക്കാം. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഭക്തനെ അതിന് ലാസ്റ്റ് ടൈം നിസ്കരിക്കാം. എല്ലാം മസലയുണ്ട്. പക്ഷേ അഖീദയിൽ അങ്ങനത്തെ ഒരു മസലയുമില്ല. ആകെ ഒറ്റ മസലയുള്ളൂ അഖീദയിൽ. മുക്റഹ്. ഒരുത്തൻ വാട് തലക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇപ്പം നീ മുജീദ് ശേഖനെ വിളിച്ചോളൂ, എനിക്ക് തന്നെ കൊല്ലൂ. പേടിയായി വിളിച്ചു, പ്രശ്നമില്ല. വൻ മുക്റഹ ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. മുക്റഹ് എന്ന് പറഞ്ഞാൽ നിർബന്ധിതൻ. ഓൻ്റെ ഹുക്മ് വേറെയാണ്. അതല്ലാത്ത ഒരു തരത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അഖീദൻ്റെ കാര്യത്തിൽ ഇല്ല. പക്ഷെ നമ്മളെന്തായി ഇതിലൊക്കെ ഒരു ചെറിയ കോംപ്രമൈസിന് തയ്യാറാവുന്ന മുവഹിദുകളായി ഇല്ല. അവർക്ക് മുവഹിദ് എന്ന് പറയാൻ പറ്റൂല. നമ്മൾ ഉപ്പ എപ്പോഴും പറയുന്നുണ്ട്, മുജാഹിദല്ല ആവേണ്ടത്, പിന്നെയോ സലഫി. മുജാഹിദല്ല ആവേണ്ടത്, പിന്നെ സലഫി ആവണം. എന്താ സലഫി എന്ന് പറഞ്ഞാൽ? സലഫിനെ ഫോളോ ചെയ്യുന്നവൻ, മുൻഗാമികളെ ഫോളോ ചെയ്യുന്നവൻ. ആ വാക്കിനർത്ഥം ആരാ മുൻഗാമി? 50 കൊല്ലം മുമ്പുള്ള ഖത്തീബല്ല നമ്മളെ മുൻഗാമി, 100 കൊല്ലം മുമ്പുള്ള നേതാവുമല്ല നമ്മുടെ മുൻഗാമി. അവരാണ് സഹാബാക്കൾ. അവരെ ഫോളോ ചെയ്യണം. അഖീദൻ്റെ കാര്യത്തിൽ അവർ കടുംപിടുത്തക്കാരായിരുന്നു. എന്നാൽ അമലുകളുടെ കാര്യത്തിൽ എന്ത് കോംപ്രമൈസിനും തയ്യാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ റസൂലുള്ളാഹിൻ്റെ അമലുകൾ ചോദിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നല്ലോ. ഒരു 3 ആൾക്കാർ വന്നിട്ട് ഭാര്യമാർ റസൂലുള്ളാഹിൻ്റെ അമലിനെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങുകയില്ല, ഫുള്ള് നിസ്കാരം.
ഒരാൾ പറഞ്ഞു ഞാൻ പകലിൽ ഫുള്ള് നോമ്പന്നെ, ഇനി 8 ദിവസം നോമ്പില്ലാണ്ടില്ല. ഒരാൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്നില്ല, വെറുതെ സമയം കളയാൻ, മക്കളൊക്കെ ആയി പ്രാരാബ്ധമായി തിരക്കായി ബാക്കി വിഭാഗത്തിന് വേണ്ടി മാറ്റി വെക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അങ്ങനെ ഓവറാക്കണ്ട. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ അറിയുന്നവനും ഭയപ്പെടുന്നവനുമാണ്. ഞാൻ രാത്രി ഉറങ്ങലുമുണ്ട്, നിസ്കരിക്കലുമുണ്ട്, നോമ്പെടുക്കലുമുണ്ട്, മുറിക്കലുമുണ്ട്, കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളുമുണ്ട്. അതുകൊണ്ട് എന്നെക്കാളും വലുതൊന്നും ആവണ്ട. അതിലൊക്കെ റുഖ്സയുണ്ട്. ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിയുമ്പോൾ ചെയ്താൽ മതി. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, തടിക്ക് താക്കത്തുള്ള ചെയ്താൽ മതി അമലുകൾ. പക്ഷെ അഖീദ അത് ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് മുനാക്കഹ, വിവാഹബന്ധം, ശിർക്ക് ചെയ്യുന്നൊരു ആണും ശിർക്ക് ചെയ്യാത്തൊരു പെണ്ണും അവർ ഭാര്യയും ഭർത്താവും അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എത്ര വിവാഹബന്ധങ്ങൾ വേർപിരിക്കേണ്ടി വരും. നിയമമാണ്, നിയമമാണ്. മൊയ്‌ദി ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭാര്യ, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭർത്താവ്, അങ്ങനെ ഇല്ല. ആ ബന്ധം അനുവദനീയമല്ല ദീനിൽ. എത്രത്തോളെന്നറിയോ? ഞാൻ വായിച്ചു തരാം. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിന്, എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട്. അതിപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു, പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഖാല അല്ലാമ ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല, ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ കിട്ടിയതാണ്, അപ്പോൾ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയാണ്, അർറജുലു അല്ലദീ ലാ യുസല്ലി, നിസ്കരിക്കാത്ത ഒരാൾ, തൗഹീദെല്ലാം ഓക്കെ, പക്ഷെ നിസ്കരിക്കാത്ത ഒരാൾ, ലാ യജൂസു തസ്വീജുഹു, അയാൾക്ക് നമ്മളെ മോളെ കെട്ടിച്ചു കൊടുക്കൽ അനുവദനീയമല്ല. നിസ്കരിക്കാത്ത ഒരു മുവഹിദാണെങ്കിലും നിസ്കരിക്കുന്നില്ലെങ്കിൽ ഓനെ കല്യാണം കഴിച്ചു കൊടുത്തുകൂടാ. അതുകൊണ്ട് വനൂസി ജമീഅ ഔലിയാ ഇൻ നിസാ, നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ രക്ഷകർത്താക്കളോട് എനിക്ക് വസിയത്ത് പറയാനുള്ളത്, അയ്യത്തഖുല്ലാഹ ഫിന്നിസാ, മക്കളുടെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅല്ലാ യുസവ്വിജൂഹുന്ന മിമ്മൻ യുഅറഫു ബിതർക്കി സ്വലാ, ഇവ നിസ്കാരം ഒഴിവാക്കുന്നവനാണ് എന്നറിയുന്ന ഒരാൾക്ക് ആ മക്കളെ കെട്ടിച്ചു കൊടുക്കാതിരിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോണം. നിസ്കാരം ഒഴിവാക്കുന്നവൻ്റെ കാര്യത്തിൽ വരെ ഇതാണ് ഫത്വയെങ്കിൽ ശിർക്ക് ചെയ്യുന്നവൻ്റെ കാര്യത്തിലുള്ള ഫത്വ എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, അഖീദയിൽ കടുംപിടുത്തം വേണം. അത് തീവ്രവാദമല്ല. അമലുകളിൽ കടുംപിടുത്തം പിടിക്കുമ്പോഴാണ് തീവ്രവാദം വരിക. നമ്മുടെ നാട്ടിൽ ഉളുഹിയത്ത് അറക്കണം, പോത്തുണ്ട്, പശുവുണ്ട്. അപ്പുറത്തുള്ള ബാലേട്ടൻ പറഞ്ഞു പശുവിനെ തൽക്കാലം നിങ്ങൾ അറക്കണ്ട, നമ്മളെ ദൈവമാണ്. എന്തു പറയണം? നിങ്ങൾ ഇതിനെ ഇറക്കുള്ളൂ, വേണ്ടപ്പാന്ന് പറയണം. പശു ഉണ്ടെങ്കിൽ വേണ്ട, നമുക്ക് ആട്ടിന് നടത്താൻ പോരെ. ഉളുഹിയത്തിന് ആൾക്കാർ നടക്കണമെന്നല്ലേ ഉള്ളൂ. ഓന് വിഷമാകുന്നു, വേണ്ട ഇറക്കുന്നില്ല, ഞാൻ ആട്ടിന് നടത്തോളാം, ഒട്ടകത്തിന് നടത്തോളാം, പോത്തിന് നടത്തോളാം, ഖലാസ് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അതിലത്രേ ഉള്ളൂ. പക്ഷെ അപ്പുറത്തുള്ള പറയാണ് പിന്നെ നിങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയരുത്, എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ എന്താ പറയുക? ആയിക്കോട്ടെ, ഇപ്പോൾ എനിക്ക് പ്രയാസമുള്ളൂ, ഞാൻ പറയുന്നില്ല. അങ്ങനെ അത് ബാലേട്ടാ നിങ്ങൾ എന്നെ കൊന്നാലും പറയേണ്ട, ഞാൻ പറഞ്ഞിരിക്കും. കാരണം അതെൻ്റെ അഖീദയാണ്, വിശ്വാസം. അതുകൊണ്ട് ഷിർക്കുൻ അക്ബർ സംഭവിച്ചാൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒന്നാമതായിട്ടുള്ള പ്രശ്നം ഹുക്മ്, അവരുമായിട്ടുള്ള വിവാഹബന്ധം ബാത്തിലായി. പിന്നെയോ വഹറുമത്തി ദബായിഹ്, അവർ അറുത്തതിനെ ഭക്ഷിക്കൽ ഹറാമായി. ഷിർക്കുൻ അക്ബർ ചെയ്ത മുക്രിക്ക, രാത്രി കുത്തുബിയത്ത് പാടിയിട്ടാണ് മുക്രിക്ക വരുന്നത്. രാവിലെ നമ്മൾ കോയിനെ പിടിച്ചിട്ട് മുക്കിക്ക ഇതിനൊന്ന് അറുത്തരുമോ? പണ്ടങ്ങനല്ലേ, പള്ളി കൊണ്ടിട്ടില്ല അർപ്പിക്കല്. ആ മുക്രിക്കാർക്ക് അറുക്കാനുള്ള അവകാശമില്ല. ആ മുക്രി അറുത്താൽ നമുക്ക് തിന്നാനും പറ്റില്ല. ഷിർക്കുൻ അക്ബർ അത്ര കടുപ്പമാണ്. കാരണം അള്ളാഹുവിന് അത്ര വെറുപ്പാണ് സംഗതി. അത് ചെയ്യുന്നവനുള്ള വിധി എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അവൻ നിന്ദനാണ്, നാളെ ആഖിറത്തിൽ നരകത്തിൻ്റെ കാലാകാലത്തേക്കുള്ള തീക്കോൾ. അള്ളാഹു കാക്കട്ടെ. പിന്നെയോ വൻഖിതാഇ തവാറുസ്, അനന്തരാവകാശ നിയമങ്ങളിൽ പിന്നോം പെടൂല. മുവഹിദായ ഉപ്പ, മുശ്രിക്കായ മോൻ, ആ ഉപ്പാൻ്റെ സ്വത്ത് ആർക്കില്ല? മുശ്രിക്കായ മോന് കിട്ടൂല. മുശ്രിക്കായ ഉപ്പ, മുവഹിദായ മകൻ, ആ മോൻ മരിച്ചാൽ ആ മോൻ്റെ സ്വത്തും ആർക്ക് കിട്ടൂല? മുശ്രിക്കായ ഉപ്പാക്ക് കിട്ടൂല.
അനന്തരാവകാശ സ്വത്ത് അവന് ബാത്തിലാവും. ശിർക്കുൽ അക്ബറോടുകൂടി അവർ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. പിന്നെ ബാപ്പാക്ക് മോൻ്റെയോ മോന് ബാപ്പാൻ്റെതോ മിറാസ് സ്വത്ത് നൽകപ്പെടാവുന്നതല്ല. ശിർക്കുൽ അക്ബർ അതിനിടയിൽ ഉള്ള ബന്ധത്തെ ഇല്ലാതെയാക്കും. വഅദ്മി സ്വലാത്തി അലൈഹി, അവൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടുള്ളതല്ല. ശിർക്കുൽ അക്ബറോടുകൂടിയാണ് മരിച്ചതെങ്കിൽ, കാരണം മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇസ്തിഗ്ഫാറാണ്. അല്ലാണ്ട് നമ്മളെ സാധാരണ ദിനായിട്ട് നിസ്കാരം പോലത്തെ നിസ്കാരമല്ല. റുക്കൂഉം സുജൂദൊന്നുമില്ലല്ലോ, 4 കൈകെട്ടൽ മാത്രമേ ഉള്ളൂ. അത് ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആയാണ്, ഇസ്തിഗ്ഫാറാണ്. എന്തുകൊണ്ടാണ് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്? ശിർക്ക് ചെയ്ത ഒരാൾക്ക് അള്ളാഹു പൊറുത്തു കൊടുക്കൂല എന്നുള്ളത് ഖുർആനിൻ്റെ നസ്സാണ്. അങ്ങനെ പുറത്തു കൊടുക്കൂല എന്ന് അള്ളാഹു പറയുകയും എന്നാൽ നമ്മളോ പക്ഷെ നീ പുറത്തു കൊടുക്കണമെന്ന് പറയുകയും ചെയ്താൽ അത് ഇസ്തിക്ബാറാണ്, അത് അള്ളാഹിൻ്റെ മുകളിൽ കയറലാണ്, അഹങ്കാരം കാണിക്കലാണ്, അനുവദിക്കപ്പെട്ടതല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല. വഅദ്മി സ്വലാത്തി അലൈഹി, അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചൂടാ. മയ്യത്ത് നിസ്കരിച്ചുകൂടെങ്കിൽ ഒരിക്കലും അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടിയുള്ള ദുആയും പാടുള്ളതല്ല. അപ്പോൾ വലിയ നാട്ടിൽ ഭയങ്കരമായിട്ട് അറിയപ്പെട്ട പ്രശസ്തനായ വലിയ തറവാട്ടുകാരനായ മുശ്രിക്കാണ് മരിച്ചെങ്കിലും അവിടെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആൾക്കാരായി പോകുന്ന അവിടെയൊക്കെയാണ്. ഇപ്പം അയാൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടില്ലെങ്കിൽ നാട്ടിലാകെ പ്രശ്നമല്ലപ്പ. ഇയാളെ മയ്യത്തിന് വരെ അവർ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളെ വലിയ വലിയ ആൾക്കാരടക്കം പോയിട്ട് അല്ലാഹു അക്ബർ. മുമ്പിൽ ഇരിക്കുന്നവരെ അറിയോ, ദർഗ പൂജകനാണ്. മുമ്പിൽ കിടക്കുന്ന മയ്യത്തായിട്ട് കിടക്കുന്നവൻ മുരീ ഷെയ്ഖിനെ വിളിക്കുന്ന തൗഹീദാന്ന് പ്രസംഗിച്ചാണ് നാട്ടിൽ. മുമ്പിൽ മയ്യത്തായിട്ട് കിടക്കുന്നവൻ ആയിരക്കണക്കിന് ആളുകളെ ജാനത്തിലേക്ക് കൊണ്ടുപോയിട്ട് തള്ളിയ പക്കാ മുശ്രിക്കാൻ കൈകെട്ടിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് വനഖിഹി മിനൽ ഖതായ കമാ യുനഖ അസ്സൗബുൽ അബ്യദു മിനദ് ദനസ്. ആരോടാ പറയുന്നത്? ഞാൻ ഒരിക്കലും പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞ അള്ളാഹിനോട്. തൽക്കാലം ഇയാൾക്ക് നീ പുറത്തു കൊടുക്കുക. ഇത് ഇസ്തിക്ബാറാണ്, ഇത് അഹങ്കാരമാണ്. അള്ളാഹു ഒരിക്കലും മാപ്പ് തരില്ല. നമ്മളെ പേരും പെരുമയും പ്രശസ്തിയും നാട്ടിലുള്ള വലുപ്പവും നിലനിർത്താൻ അള്ളാഹുവിൻ്റെ കൽപ്പനയെ തൽക്കാലം ഒന്ന് ബേക്കോട്ട് മാറ്റി. ഒമൻ അദ്ലം, അവനേക്കാളും വലിയ അക്രമി വേറാറുണ്ട്. ഒമൻ അദല്ലു, അവനേക്കാളും വലിയ പിഴച്ചവനാരുണ്ട്. അതുകൊണ്ട് വിശ്വാസപരമായിട്ടുള്ള കാര്യത്തെ പ്രിയപ്പെട്ടവരെ നിസ്സാരമായി കാണരുത്, അതിൽ കണിശത പാലിക്കണം. ഇനി അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, വഖബിരിഹി ഫി മഖാബിരിൽ മുസ്ലിമീൻ, അങ്ങനെയുള്ള ടീമിനെ മുസ്ലിമീങ്ങളുടെ ഖബറിസ്ഥാനിൽ ഖബറടക്കാൻ പോലും പാടില്ല. കാരണം അവർക്ക് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കിടക്കാനുള്ള അവകാശമില്ല. കാരണം അവർ ദീനിൽ നിന്ന് പുറത്തുപോയവർ. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഇതാണ് ദുനിയാവിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹുക്കും. എന്നാൽ വൽ അഹ്കാമുൽ ഉഖ്റവിയ്യ, ഇനി ആഖിറത്തെ വെച്ചുകൊണ്ട് നോക്കിയാലോ, ഇങ്ങനെ ശിർക്കുൽ അക്ബർ സംഭവിച്ചു പോയ ഒരാൾ ഫഇന്നല്ലാഹ ഹറമൽ ജന്നത അലാ കുല്ലി കാഫിരിൻ, എല്ലാ കാഫിറിനും അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിട്ടുണ്ട്. വമഅവാഹു നാറു ഖാലിദൻ ഫീഹാ അബദാ, അവൻ്റെ അഭയസ്ഥാനം നരകമായിരിക്കും, അതിൽ അവൻ ശാശ്വതനായിരിക്കും. വലാ തനാലുഹും ശഫാഅത്തു ശാഫിഈൻ, ശഫാഅത്ത് ചെയ്യുന്ന ആളുകളുടെ ശഫാഅത്ത് പോലും അവർക്ക് ലഭ്യമല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് അവർക്ക് ഒരിക്കലും കിട്ടൂല. വലാ യദ്ഖുലൂന തഹ്ത ഹുക്മിൽ മശീഅത്തിൽ ഇലാഹിയ്യ, മശീഅത്തുൽ ഇലാഹിയ്യ എന്ന് പറയുന്ന അല്ലാഹുവിൻ്റെ ഹുക്മിൻ്റെ കീഴിൽ അവർ പ്രവേശിക്കുകയുമില്ല. അൽ മുതഅല്ലഖത്തി ബിൽ മഗ്ഫിറ, മഗ്ഫിറത്തുമായി ബന്ധപ്പെട്ട. എന്താണത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹു പറഞ്ഞു. പിന്നെ പറഞ്ഞു വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. എന്നാൽ അതല്ലാത്ത തെറ്റുകൾ അല്ലാഹു മശീഅത്ത് ചെയ്യുന്ന ചില ആളുകൾക്ക് പുറത്തു കൊടുക്കും. അതെങ്ങനെ? 2 വിഷയം മനസ്സിലാക്കണം. ഒന്ന്, ഒരാൾ ശിർക്ക് ചെയ്തു, പക്ഷെ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴോ അയാൾക്ക് അയാളുടെ തെറ്റ് ബോധ്യപ്പെട്ടു, അയാൾ തൗബ ചെയ്തു, തൗബ പരസ്യപ്പെടുത്തി, അങ്ങനെ മരിച്ചു, അയാൾക്ക് മാപ്പുണ്ട്.
മാപ്പുണ്ട്. കാരണം മരിക്കുന്നതിന് മുമ്പ് അയാൾ എന്ത് ചെയ്തു? തൗബ ചെയ്തു. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. അള്ളാഹു എല്ലാ പാപവും പുറത്തേരും തൗബ ചെയ്താൽ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? അറിയില്ല. അതുകൊണ്ട് നമ്മൾ മരിക്കുന്ന സമയത്ത് അയാൾ എങ്ങനെയാണോ അത് പരിഗണിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അയാൾ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് അറിയാമല്ലോ, നാളെ ആഖിറത്തിൽ ചിലപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. ഷിർക്ക് എന്നൊരുത്തൻ ഷിർക്ക് ചെയ്തു, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തില്ല, അവൻ കാഫിറായിട്ട് ചത്തുപോയിരിക്കുന്നു. ഇനി ഒരാൾ മുവഹിദാണ്, അയാൾ ഷിർക്ക് ചെയ്തിട്ടില്ല, എന്നാൽ വേറെ ചില പാപങ്ങൾ, കള്ളുകൂടി പോലെ, വ്യഭിചാരം പോലെ, പലിശ പോലെ, കൊലപാതകം പോലെയുള്ള കബായിറുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തൗബയില്ലാതെയാണ് അയാൾ മരിച്ചതെങ്കിലും വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അവിടെ അള്ളാഹിൻ്റെ ഒരു മശീഅത്തുണ്ട്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുന്ന അള്ളാഹിൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. അവൻ്റെ അടിമ മുവഹിദാണ്, പോട്ടെ ഞാൻ നിനക്ക് പുറത്തു തന്നു പറഞ്ഞാൽ ആരും ചോദിക്കാനില്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ. എന്ത് ചെയ്താലും ആർക്കും ചോദ്യം ചെയ്യാനൊന്നും പറ്റൂല. ആ മശീഅത്തിൽ വരൂല ആര് ശിർക്ക് ചെയ്തിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ തൗഹീദിനെ സംരക്ഷിച്ച് അഖീദയെ സംരക്ഷിച്ച് ജീവിച്ച് മരിച്ച ഒരാൾക്ക് മാനുഷികമായി വന്നേക്കാവുന്ന അബദ്ധങ്ങൾ എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിലും അയാൾക്കൊരു നേരിയ ചാൻസ് നാളെ ആഖിറത്തിലുണ്ട്, മഗ്ഫിറത്തിൻ്റെ. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഉ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കി ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാനും നല്ല മുഅ്മിനീങ്ങളായി ജീവിച്ച് നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നല്ലവരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടാനും തൗഫീഖ് നസീബാക്കി തരട്ടെ.